Hello, dear students. Welcome all of you once again to English language teaching classes. In this series of videos, you are watching and listening to different parts of the paper English language teaching, which is a compulsory paper for semester 5 BA Communicative English. വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന പേപ്പറിൻ്റെ വിവിധ ഭാഗങ്ങൾ അതിൻ്റെ പല മൊഡ്യൂൾസിലെ വിവിധ ഭാഗങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഒരു പുതിയ പാർട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ യു ഓൾ നോ പ്രിപ്പയറിംഗ് എ ലെസൺ പ്ലാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. എ ടീച്ചർ has to prepare a lesson plan prior going to teaching English language in a particular class. അപ്പോൾ ഈ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അധ്യാപനത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭാഷാ പഠനത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ലെസൺ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, ലെസൺ പ്ലാനിൻ്റെ വിവിധ ഭാഗങ്ങൾ, ലെസൺ പ്ലാനിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതിൻ്റെ വിവിധ പാർട്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വിവിധമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഒരു ലെസൺ പ്ലാൻ, ഒന്നോ രണ്ടോ ലെസൺ പ്ലാന് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായുണ്ട്. അതുപോലെ എക്സാമിന് മുമ്പ് തന്നെ എല്ലാവരും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ലെസൺ പ്ലാൻ എന്താണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകും. സോ ദ ടൈറ്റിൽ ഓഫ് ദ വീഡിയോ which you are going to watch is Interplay Lesson Plan. So interplay lesson plan means what are all the inside parts of, what is the action plan of a lesson plan. എന്താണ് ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നത് വഴി സംഭവിക്കുന്നത് എന്താണ്. അപ്പോൾ ആ മൂന്ന് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് മൂന്ന് ആയിട്ട് അതിനെ തിരിക്കാൻ പറ്റും. ആ മൂന്ന് ഭാഗങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, what is the interplay lesson plan? What is the interplay of a lesson plan? ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെസൺ പ്ലാനകത്തുള്ള വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? The interplay refers to interaction of the teacher and the learner with the material, the language and the culture, and which each other in active, creative and productive play. A question is asked, what is the interplay of a lesson plan? The interplay of a lesson plan means the interaction of the teacher and the learner. So it is an interaction between the teacher and the learner. പഠിതാവും അധ്യാപകനും തമ്മിലുള്ള interaction. That interaction can be conversational or more than that. So interaction, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വാക്കുകളിലൂടെയുള്ള വെർബൽ, ആക്ഷണൽ ആയിട്ടുള്ള കൺവേർജൻസ് ആണ്, ഒരു സംഭാഷണമാണ്. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം, മിക്കവാറും അത് സംസാരത്തിലായിരിക്കാം. സോ യു നോ ദ മീനിങ് ഓഫ് interaction. Mostly it is conversational. It is verbal interaction. It also can be non-verbal. It can be verbal and non-verbal interaction. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് വിദ്യാർത്ഥികളോട് സംഭാഷണം നടത്തുമ്പോൾ സംഭാഷണം വെർബൽ ആകാം, നോൺ വെർബൽ ആകാം. അപ്പോൾ ഈ രണ്ട് തരം കോൺവെർസേഷൻ ഉണ്ട്, ഇന്ററാക്ഷൻസ് ഉണ്ട്. Conversation, this interaction is on the material
ദ ടീച്ചിങ് മെറ്റീരിയൽ, ദ കണ്ടന്റ് ഓഫ് ടീച്ചിങ്. എന്താണോ പഠിപ്പിക്കുന്നത് ആ പാഠം, ലെസൺ, അതൊരു പ്രോസ് മെറ്റീരിയൽ ആയിരിക്കാം, പോയറ്റിക് മെറ്റീരിയൽ ആയിരിക്കാം, ഒരു ഡ്രാമ മെറ്റീരിയൽ, വാട്ട് എവർ ക്യാൻ ബി ദ മെറ്റീരിയൽ, with the language. And this interaction is with the language most often is English language, and the culture. ഒരു ഭാഷ പഠിപ്പിക്കുമ്പോൾ ആ ഭാഷയുടെ ഒരു സംസ്കാരമുണ്ട്, the culture of English language mostly, and which each other in active, creative and productive play. So this interaction is in active form. There is an active interaction, and the interaction is also creative, and also the interaction is productive. The basic format of the interplay lesson plan. So the lesson plans interplay and its basic formats. എല്ലാ ലെസൺ പ്ലാന്റെയും ഇന്റർപ്ലേയുടെ ബേസിക് ഫോമാറ്റ് ഒരു പ്രത്യേക രീതി തന്നെ ആയിരിക്കും, അതിന് വ്യത്യാസം വരില്ല. ഇറ്റ് കംപ്രൈസസ് 3 stages in the implementation of most language lessons. So there will be 3 stages in its implementation. Which are they? So the first is before, then during, after teaching. And divide the interplay of the lesson plan into 3. Which are they? Before, during, after teaching. പഠനത്തിന് മുൻപ്, പഠന സമയത്ത്, പഠനശേഷം. പഠിപ്പിക്കുന്നതിന് മുമ്പ്, പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പഠിപ്പിച്ചു കഴിഞ്ഞ് എന്നിങ്ങനെ 3 നമ്മൾ ലെസൺ പ്ലാൻ ഇന്റർപ്ലേയെ ഡിവൈഡ് ചെയ്യാം. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും എന്താണ് ഇന്റർപ്ലേ എങ്ങനെ നമുക്ക് 3 തരംതിരിക്കാം. ഇതൊരു വീടിന്റെ ഷേപ്പ് ഉള്ള ഒരു ചാർട്ടാണ്. അതിന് 3 റൂമുകളാണുള്ളത്. അപ്പോൾ ഒരു ലെസൺ പ്ലാനിന് 3 ഭാഗങ്ങളാണ് പ്രത്യേകിച്ചും വരുന്നത്. ഒരു ലെസൺ പ്ലാൻ പ്രിപ്പറേഷന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. So first one before teaching, then the second one is during teaching, and third is after teaching. 3ന്റെയും വലിപ്പം നമുക്ക് കാണാമല്ലോ. ബിഫോർ ടീച്ചിങ് അതിൻ്റെ വലിപ്പം, ഡ്യൂറിങ് ടീച്ചിങ് ആണല്ലോ കൂടുതലും. അപ്പം പഠന സമയത്തെ കാര്യങ്ങളായിരിക്കും ലെസൺ പ്ലാനിൽ കൂടുതലും വരുന്നത്. പിന്നെ ആഫ്റ്റർ ലെസൺ പ്ലാൻ, ആഫ്റ്റർ ദ ലെസൺ, ഈ 3 ഭാഗങ്ങൾ. So it is in this shape. So the teacher goes to the classroom for teaching English. It can be a grammar lesson, it can be a poem, or it can be a story, anything, whatever may be. So before going to the class for the real teaching experience, the teacher has to prepare something before the teaching time. ഇപ്പോൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകൻ ക്ലാസ്സിൽ പോകുന്ന സമയം, അതിന് മുമ്പ് ചിലത് അധ്യാപകൻ ലെസൺ പ്ലാനോട് അനുബന്ധിച്ച് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ദോസ് ആർ ഓൾ കം ദ പാർട്ട് ഓഫ് ബിഫോർ ടീച്ചിങ്. സി വിച്ച് ആർ ദേ? കുറേ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റുഡൻസ്, ടീച്ചിങ് ഓർ ലേണിംഗ്, then context or content, linguistic or functional or strategy, topical, cultural. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ്, നമുക്ക് ക്ലാസ്സിലേക്ക് അധ്യാപകൻ പോകുന്നതിന് മുമ്പ് സ്റ്റുഡൻസിനെ പറ്റി നല്ല ഒരു ഇൻഫർമേഷൻ ഉണ്ടാകണം. വെദർ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ, എത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ട്, ആൻഡ് വാട്ട് ഈസ് ദെയർ ഏജ് ലെവൽ, what is their knowledge level, what is their gender, how many boys are there, how many girls are there, what is their prior learning. So the teacher has to know very well about the students. Then
ടീച്ചർ ഷുഡ് നോ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. വാട്ട് ഷുഡ് ബി ടോട്ട്, എന്താണ് പഠിപ്പിക്കേണ്ടത്. വാട്ട് ഷുഡ് ദ സ്റ്റുഡൻസ് ലേൺ, കുട്ടികൾ എന്ത് പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്. ദെൻ കോണ്ടെക്സ്റ്റ്, ഏത് കോണ്ടെക്സ്റ്റ്, സാഹചര്യം. നമുക്ക് ഏതൊരു വിഷയത്തെ പറ്റിയും വിശകലനം ചെയ്യാൻ WH ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. WH ഹൂ, ഉദാഹരണത്തിന് സ്റ്റുഡൻസ്, ഹൂ ആർ ദ സ്റ്റുഡൻസ്. WH where are they coming from and where are they studying. What is their expectation, what is their educational level, what is their age, അങ്ങനെ. സോ കോണ്ടെക്സ്റ്റും അങ്ങനെ നമുക്ക് പറയാം. പഠന സാഹചര്യം, ഏതാണ് പഠന സാഹചര്യം. ദെൻ ഒബ്ജക്റ്റീവ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. വാട്ട് ആർ ഓൾ ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ഓൾ ദ കറിക്കുലം ഒബ്ജക്റ്റീവ്സ്. ദെൻ കണ്ടന്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പോയം കിട്ടിയാൽ ടീച്ചർ ആ കണ്ടന്റ് നന്നായി അനലൈസ് ചെയ്യണം. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയും. സോ വാട്ട് കണ്ടന്റ് ഈസ് ടു ബി ടോട്ട്. So teacher teaches poem or teacher teaches a story. The content are different. അവിടെ പഠിപ്പിക്കുന്ന കണ്ടന്റ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പഠിപ്പിക്കുന്ന ഒരേപോലെയാണോ? വ്യത്യസ്തമായ രീതിയിലാണ്. ഐ ടീച്ച് യു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ഓൾസോ ഐ ടീച്ച് യു ലിറ്റററി ക്രിറ്റിസിസം. ദേ ആർ ടു ഡിഫറെൻറ്റ് കണ്ടന്റ്സ്. സോ വാട്ട് കണ്ടന്റ് ടു ബി ടോട്ട്. അപ്പോൾ കണ്ടന്റിൽ തന്നെ വരുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത്. linguistic part of the content, functional part of the content, strategic part of the content. What is the topic? What is the cultural part of the content? That these things come under the content part. So we move to the next part. ഇപ്പോൾ 3 ഭാഗങ്ങളിലെ ലെസൺ പ്ലാനിലെ 3 ഭാഗങ്ങളിലെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് ഹാപ്പൻ, രണ്ടാമത്തെ പാർട്ട്. It is the material, the part of the lesson plan that is dealing with what's happening during the teaching learning activity, or we can say the second part of the lesson plan is dealing with what all is happening during the real classroom teaching. അപ്പോൾ അധ്യാപകന് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് യഥാർത്ഥമായി നടക്കുന്നതുള്ളതാണ് ലെസൺ പ്ലാനിലെ രണ്ടാമത്തെ ഭാഗം. ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ക്ലാസ് റൂം 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് ഡീറ്റെയിലായിട്ട് അധ്യാപകൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. ഇത് ലെസൺ പ്ലാനിൽ കാണണം. വിത്തിൻ ദാറ്റ് ദർ ആർ 3 പോയിന്റ്സ്. ഇറ്റ് ഷുഡ് ഡീൽ വിത്ത് ദ പ്രസൻറ്റേഷൻ, ഹൗ ടീച്ചർ presents the learning material or content within the classroom. എങ്ങനെയാണ് പഠനഭാഗം അധ്യാപകൻ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് പ്രസൻറ്റേഷൻ. നെക്സ്റ്റ് വൺ, ഹൗ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ്, ഹൗ ഈസ് ദ ആക്ഷൻ പ്രോസസ്. എങ്ങനെയാണ് അധ്യാപകൻ കണ്ടന്റ് അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. മൂന്നാമത്തത് പ്രൊഡക്ഷനാണ്. ഒരു സിനിമ പ്രൊഡക്ഷൻ നടത്തുന്ന പോലെ ക്ലാസ്സും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് കാണിക്കേണ്ടതുണ്ട്. ചാർട്ടിൽ കാണുന്നത് പോലെ ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും കൂടുതൽ കണ്ടന്റ് ലെസൺ പ്ലാനിലെ ഏറ്റവും കൂടുതൽ ഭാഗം ഈ what is happening during the class time ആണ്. ക്ലാസ് റൂം ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റി. നോക്കുക, ക്ലാസ് റൂമിൽ നടക്കുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റിയിൽ എത്രത്തോളം കണ്ടന്റ് ഈ രണ്ടാമത്തെ പാർട്ടിന് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി ലെസൺ പ്ലാനിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണം. സോ the next part of the lesson plan, the next part of the lesson plan interplan should be what's happening after the teaching.
after the teaching and learning activity within the classroom. അധ്യാപകൻ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കറക്റ്റ് സമയം പഠിപ്പിച്ചതിന് ശേഷം എന്താണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്, ക്ലാസ് റൂമിനും അതുപോലെ വിദ്യാർത്ഥി വീട്ടിലേക്ക് കടന്നുപോയി എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡീലിംഗ് ഇൻ ദ ആഫ്റ്റർ സെഷൻ. ഇതും ലെസൺ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ പഠന ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന് ശേഷം എന്തൊക്കെയാണ് വിദ്യാർത്ഥി വീണ്ടും ചെയ്യേണ്ടത്. We can call it as a follow-up activity, or otherwise we can say assignment, assessment. ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ് റൂമിൽ ഒരു പോയം പഠിപ്പിച്ചു, ഡാഫഡിൽസ് എന്ന പോയം, വേർഡ്സ്വർത്തിൻ്റെ പോയം ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഈ ക്ലാസ്സിൽ ഈ പോയം പഠിപ്പിച്ച ശേഷം നേരെ കുട്ടികൾ ഇത് മറന്ന് പുസ്തകം എടുത്തുകൊണ്ടങ്ങ് പോവുകയാണോ? Some kind of after activity should be there. So after the teaching and learning, there can be different after activities. They are assessment. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ പരീക്ഷ, assessment, test and assessment, then assignment, then follow up activities. ചാർട്ടിൽ കണ്ട ലെസൺ പ്ലാൻ ഇന്റർപ്ലേയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്ട് ബൈ പാർട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കാൻ പോകുന്നത്. ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് നടക്കുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതൊന്നും കൂടെ വിശദമായി പറയാം. ഓക്കെ, സോ ദ പാർട്ട് ദാറ്റ് ഈസ് ഡീലിംഗ് വിത്ത് വാട്ട്സ് ഹാപ്പനിങ് ബിഫോർ ടീച്ചിങ് എന്തൊക്കെയാണ്. The typical lesson is based on the students. Who ആരാണ് students? The context of teaching. When is the context? When is the time of teaching? And where? Place. Then the objective of the lesson. Why? And the lesson content. What? ഇത് വ്യക്തമായി ലെസൺ പ്ലാൻ എഴുതിയിരിക്കണം. ഇതിന് ശേഷം ഒരു മോഡൽ ലെസൺ പ്ലാൻ തരാം, അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളും അത് തന്നെ ആ സ്ട്രക്ചർ അനുസരിച്ച് എഴുതണം. A typical lesson is based on the students. Who are the students? ആരാണെന്ന് കുട്ടികൾ. കുട്ടികളുടെ പേരെല്ലാം എഴുതി വെക്കാനല്ല, മറിച്ച് കുട്ടികൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, അവരുടെ ഏജ് ലെവൽ, ബോയ്സ് ആൻഡ് ഗേൾസ്. സോ ഇറ്റ് ഷുഡ് ബി മെൻഷൻ. Then the context of teaching. What is the time or where? Where means the place. Then why? What is the objective of the lesson? എന്താണ് ഈ പഠന ഭാഗത്തെ ലക്ഷ്യം, ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യം. ആൻഡ് ലെസൺ കണ്ടന്റ്, അതും അവിടെ മെൻഷൻ ചെയ്യണം. ദെൻ സ്റ്റുഡൻസിനെ പറ്റി മെൻഷൻ ചെയ്യേണ്ടത് എന്താണ്, അവരുടെ ഏജ്, their age should be mentioned, their proficiency level should be mentioned, number of students should be mentioned, and goals of the students, കുട്ടികളുടെ ലക്ഷ്യങ്ങളും ഇതും വ്യക്തമായി സ്റ്റുഡൻസിനെ പറ്റിയുള്ള വിവരം വ്യക്തമായി അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ടൈം ആൻഡ് പ്ലേസ് ഓഫ് ടീച്ചിങ് ഫോർ മെയിൻറ്റെയിനിങ് എ റെക്കോർഡ് ഓഫ് ദ ലെസൺ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. എവിടെയാണ്? വാട്ട് ഈസ് ദ ടൈം? 10:30 തൊട്ട് 11:30 വരെ, 10:30 to 11:30 is the time. One date also should be mentioned. It is for the future reference. ഏത് സ്ഥലം, സ്ഥലത്തിൻ്റെ പേര്. See, Kottarakara is Kottarakara. What is the date? 10 March 2020. Then the next one is objective. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, പഠന ലക്ഷ്യങ്ങൾ. A statement of what the students should be able to do as a result of the lesson. ഈ പഠനശേഷം കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത്, അതാണ് ഒബ്ജക്റ്റീവ്. You are teaching present continuous tense to the students who are studying in the 10th standard. So what is objective? After learning the
this lesson, students will be able to make sentence in present continuous tense, and also they will be able to make questions in present continuous tense. അതായിരിക്കാം ഒബ്ജക്റ്റീവ്. ദെൻ ലിംഗ്വിസ്റ്റിക് കണ്ടന്റ് എന്തൊക്കെ അതും വ്യക്തമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണല്ലോ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ലിംഗ്വിസ്റ്റിക് കണ്ടന്റ്സ്, ഉദാഹരണം പ്രൊനൗൺസിയേഷൻ, വെക്കാബുലറി ഓർ ഗ്രാമർ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഏതൊരു ലെസൺ ആയാലും, ഉദാഹരണം പോയം പഠിപ്പിച്ചാലും പ്രോസ് പഠിപ്പിച്ചാലും ഗ്രാമർ പഠിപ്പിച്ചാലും അതുമായിട്ട് ബന്ധപ്പെട്ട്, ബിക്കോസ് വി ആർ ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദിസ് ലിംഗ്വിസ്റ്റിക് കണ്ടന്റ് ഷുഡ് ഓൾവേസ് മെൻഷൻ സെപ്പറേറ്റ്ലി. ഉദാഹരണം പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുന്നതിനകത്ത് കുറേ വാക്കുകൾ വരുമല്ലോ, വാക്കുകളുടെ ഉച്ചാരണം കുട്ടികളെ പഠിപ്പിക്കാൻ. അതുപോലെ ആ വെക്കാബുലറി, ഈ ലെസണുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വെക്കാബുലറി പഠിക്കാൻ, അല്ലെങ്കിൽ ലെസണുമായി ബന്ധപ്പെട്ട ഗ്രാമർ പഠിക്കാൻ. ഓക്കെ, ദെൻ ഫങ്ഷണൽ സ്ട്രാറ്റജിക് കണ്ടന്റ്. ഇത് തന്നെ മറ്റൊരു ഘടകമാണ്. അപ്പോൾ ഒരു തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ഒരു ഘടകം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിനുണ്ട്. ഇപ്പോൾ കവിത പഠിച്ചാലും പ്രോസ് പഠിച്ചാലും നാടകം പഠിച്ചാലും ഇത് പഠിച്ചാലും ഇത് ഇപ്പം കവിത മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പ്രോസ് മനസ്സിലാക്കുന്നു, നാടകം മനസ്സിലാക്കുന്നു, ഇതിലുപരി ഇതെല്ലാം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുന്നെങ്കിലും സ്റ്റുഡൻറ് ഷുഡ് ബി ഏബിൾ ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് സ്കിൽസ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പഠിക്കണം. സോ ദാറ്റ് ഓൾവേസ് ഷുഡ് ബി മെൻഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി അതിൽ കാണിക്കണം. അതുകൊണ്ടാണ് അതിന് സ്ട്രാറ്റജിക് സ്കിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കവിത പഠിപ്പിക്കുന്ന കുട്ടിയെ പഠിക്കുമ്പോൾ അവൻ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പഠിക്കുക എന്ന് ചിന്തിച്ചിട്ടല്ല അവൻ പഠിക്കുന്നത്. സോ സ്ട്രാറ്റജിക്കലി അധ്യാപകൻ കൈകാര്യം ചെയ്യുകയാണ്. സോ along with understanding the poem, he also improve his skill in English language. Okay, ഘടകമാണ് ടോപ്പിക്കൽ കണ്ടന്റ്. അപ്പോൾ ടോപ്പിക്കൽ കണ്ടന്റ് ഈ സ്ട്രാറ്റജിക് കണ്ടന്റിന് വ്യത്യാസമാണ്. ടോപ്പിക്കൽ കണ്ടന്റ്, when teacher teaches poem, the poem is the topical content. അതിൻ്റെ ഓഥറിൻ്റെ പേര്, ആ പോയത്തിലെ കണ്ടന്റ്, that is a topical content. The message of the poem, the message of the drama, and the cultural elements within that can be the topic content. ഇപ്പോൾ ഒരു പോയം ഡാഫഡിൽസ് പഠിക്കുന്ന കുട്ടി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് മാത്രമല്ല പഠിക്കുന്നത്, മറിച്ച് ഡാഫഡിൽസിലെ കണ്ടന്റും മനസ്സിലാക്കണം, അവൻ എൻജോയ് ചെയ്യണം. നെക്സ്റ്റ് കൾച്ചറൽ കണ്ടന്റ്. 3 തരം കണ്ടന്റ് ഉണ്ട്. സ്ട്രാറ്റജിക് കണ്ടന്റ് ഉണ്ട്, ടോപ്പിക്കൽ കണ്ടന്റ് ഉണ്ട്, കൾച്ചറൽ കണ്ടന്റ് ഉണ്ട്. See, when students study daffodils, the cultural context of England or the life in England, because the folk tale, the family background, their lifestyle, such like will be automatically studied by the students. That we call the cultural content. We are moving to the next part of the lesson plan. ലെസൺ പ്ലാനിലെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് പോവുകയാണ്. നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ ടീച്ചിങ് ഷുഡ് ബി ദെയർ ഇൻ ദ ലെസൺ പ്ലാൻ. പഠന സമയത്ത് അല്ലെങ്കിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, വെൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഹാപ്പൻസ് ഇൻ ദ റിയൽ ക്ലാസ് റൂം ആൻഡ് വിത്തിൻ ദ ലെസൺ പ്ലാൻ, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ അധ്യാപന പഠന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് ലെസൺ പ്ലാനിൽ ഉണ്ടായിരിക്കണം. അതാണ് വാട്ട്സ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ റിയൽ ടീച്ചിങ്. Of the lesson plan consists of presentation, practice, and production. Real presentation, real practice, and real production. So what is the real presentation? The teacher introduces the materials. The new material is often preceded by review of old material to see the relationship, what has been taught and what is to be taught.
എന്നാൽ പഠിപ്പിക്കാനുള്ള മെറ്റീരിയൽ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ ടീച്ചർ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ മെറ്റീരിയലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ഈ പുതിയ മെറ്റീരിയൽ ഓൾറെഡി പഠിപ്പിച്ച നേരത്തെ അവന് അറിയാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. See, it should be preceded by review of all material. So along with the presentation, teachers should assess what they studied before. ഈ പാർട്ടിലുള്ള മറ്റൊരു ഘടകമാണ് പ്രാക്ടീസ്. See, students should be given lot of practice. പഠന സമയത്തെ എന്താണ് പരിശീലനം, പഠന പരിശീലനം. അപ്പം ലെസൺ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെയല്ലേ പഠന പരിശീലനം കൊടുക്കുന്നത്. ഒരേ പറയാൻ പറയും, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയും, അത് എക്സസൈസ് ചെയ്യാൻ പറയും. സോ വിത്തിൻ ദ ക്ലാസ് റൂം പ്രാക്ടീസ് ദ സ്റ്റുഡൻസ് ആർ ഇൻ റിലേറ്റീവ്ലി കൺട്രോൾഡ് ഇൻ്ററാക്ഷൻ വിത്ത് ദ ടീച്ചർ. ഈ ഒരു ഇൻ്ററാക്ഷൻ ഒരു കൺട്രോൾഡ് ഇൻ്ററാക്ഷൻ ആണ്. ദ ഇൻ്ററാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ ടീച്ചർ. And teacher and students engage in practicing the presented material with error correction so that the students will gain skill in using the new material. കുട്ടികൾ ഉണ്ടാക്കുന്ന തെറ്റ് അധ്യാപകൻ അന്നേരം തന്നെ തിരുത്തി ശരിയിലേക്ക് പോകുന്നു. അധ്യാപകന്റെ സഹായത്തോടെ ശരിയിലേക്കും പരിശീലനത്തിലേക്കും മുമ്പോട്ട് പോകുന്നു. ദറ്റ് ഈസ് പ്രാക്ടീസ് എന്ന് പറയുന്ന പദം മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ മിക്കവാറും ആൾക്കാർ വണ്ടി പഠിക്കാൻ, കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് റിയൽ പ്രാക്ടീസ് ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രാക്ടീസ് ടൈമിൽ അധ്യാപകൻ ദ ടീച്ചർ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥിക്ക് ആവശ്യമായ പരിശീലനം നൽകും. അതേ പരിശീലനം തന്നെയാണ് വിദ്യാർത്ഥിക്ക് പഠന സമയത്ത് അധ്യാപകൻ നൽകേണ്ടത്. സോ ഈ ഒരു കറക്ഷൻ നൽകുന്നതോടെ വാഹനം പഠിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? ഈ ഒരു പുതിയ സ്കിൽ, ലാംഗ്വേജ് സ്കില്ല് കൈവശപ്പെടുത്തും, അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വണ്ടി പഠിക്കുന്ന ഒരാളാണ്, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു, കാർ ഓടിക്കാൻ പഠിക്കുന്നു. അപ്പോൾ ഇന്നലെ നിങ്ങൾ കാർ ഓടിക്കാൻ കുറച്ച് പഠിപ്പിച്ചു, ഇന്നും പോകുമ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതൽ പരിശീലനം ലഭിക്കും അല്ലേ? അങ്ങനെയാണ്. ആ പരിശീലനം നൽകുന്ന പ്രോസസ്സാണ് ഈ ഒരു പാർട്ടിൽ കാണേണ്ടത്. The part of the teaching and learning activity in the lesson plan should deal with the production or use. ഇപ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനം, ഇത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്, ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഫോമിലേക്ക് ചെന്നാൽ എന്തെങ്കിലും പറയുന്നു. ഉദാഹരണത്തിന് അടുപ്പിൽ അരി വേവിക്കുന്നു, അത് അരി വെന്ത് ചോറായി മാറുന്നു. ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ, അൾട്ടിമേറ്റ് പ്രൊഡക്ഷൻ. The students use the material with each other to accomplish a communicative task. So the students achieve the communicative skill. The teachers should stand aside to observe as well as encourage students to use language in realistic communication. The teacher should check student whether he can really communicate in English, really listen to English, really speak English, or really write or read English. So teacher has to verify it. അവനെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കുക. അതാണ് പ്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ ലെസൺ പ്ലാനിൻ്റെ മൂന്നാമത്തെ ഭാഗമായ ആഫ്റ്റർ ടീച്ചിങ്, that's what we are going to see in detail. Already I have mentioned. We will see that in detail now. This phase deals with assessment, assignment, and follow-up. Assessment. What is assessment?
Assessment already we studied. It is to assess. It is to measure the success of the lesson. The teacher measures the success of the lesson. Is the objective successfully achieved? മനസ്സിലായോ? അല്ലെങ്കിൽ ലക്ഷ്യം പഠന ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കിയോ? This can be done formally as a quiz or informally as monitoring students and noting success and errors. പല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ അവനെ കൊണ്ട് ചെറിയൊരു പരീക്ഷ ഇടുക, അല്ലെങ്കിൽ ഒന്ന് can give assignment and the assignments can be taken home by the students and they can complete it and bring back so that teacher can evaluate the students improvement of performance. Then other one, follow up. The teacher notes how and when the lesson content can or should be reviewed or recycled in future lessons. അപ്പോൾ അവസാനമായി അധ്യാപകൻ രേഖപ്പെടുത്തണം എന്ത്? ഈ പഠിച്ചത് വീണ്ടും പുനർപഠനത്തിന് എപ്പോഴൊക്കെ വിദ്യാർത്ഥിക്ക് അവസരമുണ്ടാകും എന്നുള്ളത് ഈ ലെസൺ പ്ലാനിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ ലെസൺ പ്ലാനിൻ്റെ 3 പ്രധാന ഭാഗങ്ങളെ പറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾ എക്സാമിനേഷന് വേണ്ടിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ പാഠ്യപ്രവർത്തനങ്ങളിലും ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കണം. എക്സാമിന് 2 ലെസൺ പ്ലാൻ കാണും, 3 ലെസൺ പ്ലാൻ തരും, അതിൽ 2 ചെയ്യണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെസൺ പ്ലാനിൻ്റെ എന്താണ് പാർട്സ്. എന്തൊക്കെയാണ് ലെസൺ പ്ലാനിൻ്റെ 3 പ്രധാന പാർട്ടുകൾ? ഒന്നാമത്തെ പാർട്ട് എന്നുള്ളത് എന്താണ്? what happens before the lesson, the teaching and learning activity. Then second one, what happens during the teaching learning activity. Then the third one, what should happen after the lesson. So നിങ്ങൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ I will give you a model. I will give you several models. All models will be using the same method. 3 ഭാഗങ്ങളുണ്ടായിരിക്കും. ആ 3 ഭാഗങ്ങൾ എന്തൊക്കെ വരണമെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഒരു പാർട്ട് കാണുമ്പോൾ അറിയാം ഇതിൽ എന്തൊക്കെയാണ്. ബിഫോർ ടീച്ചർ ഷുഡ് മെൻഷൻ വാട്ട് ആർ തിങ്സ് ആൻഡ് ഡ്യൂറിങ് ക്ലാസ് റൂം, റിയൽ ക്ലാസ് റൂമിനെ പറ്റി എന്തൊക്കെ മെൻഷൻ ചെയ്യണം, അതിനുശേഷം പാഠ്യപ്രവർത്തനങ്ങൾക്ക് ശേഷം നടക്കുന്നതിനെപ്പറ്റി എന്തൊക്കെ രേഖപ്പെടുത്തണം. ഇതെല്ലാം ഒരു ലെസൺ പ്ലാനിൽ ഉൾപ്പെടുന്നതാണ്. ലെസൺ പ്ലാൻ നിങ്ങൾക്കറിയാമല്ലോ, തയ്യാറാക്കുന്നത് ക്ലാസ്സിന് മുമ്പ് തന്നെ ആയിരിക്കും. ലെസൺ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നത്. Thank you everybody for joining in the class. Hope that all of you understood different parts of this video. If you have any doubts or clarifications to make, you can freely come and ask. I will come with another video, the rest part of this content. Until then, goodbye.